ഈ ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ കോരിത്തരിച്ചിരുന്ന് കേട്ട ഒരത്ഭുത സാക്ഷ്യം. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഒരു കുടുംബത്തിൽ പ്രവർത്തിച്ച ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ അവരെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത, അവരുടെയൊക്കെ വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വിശ്വാസം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? വളരേണ്ടതുപോലെ വളർന്നിട്ടുണ്ടോ? പ്രാർത്ഥനയിലാണേലും ഇവരെ പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയത എന്ന് പറയുന്നത് ഉണക്കവാസവും ഉണക്കവിശ്വാസവും. അതാണ് ചിലർക്ക് ആത്മീയത. കുറച്ച് ഉണക്കവാസം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാ വർഷവും അതൊക്കെ ചെല്ലും. പിന്നെ വിശ്വാസം ശരിക്കും വിലയിരുത്തിയാൽ ഉണക്കവിശ്വാസം, ജീവിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ സാക്ഷ്യം, ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും മകനും 3 പേരും കൂടെ വന്നിരുന്ന് അവർ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മാരകമായ രോഗം ബാധിച്ച് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഈ ഭർത്താവ് ആ രോഗത്തിൽ നിന്നൊന്ന് മുക്തനാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകന് ആക്സിഡൻറ്റ് സംഭവിച്ചു, വാഹന അപകടം. അവന് അബോധാവസ്ഥയിലായിരുന്നു, അവന് വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ അവസാനം പ്രതീക്ഷയെല്ലാം ഇല്ലാത്ത രീതിയിൽ അവന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കേണ്ട ആ രീതിയിൽ പോലും അവർ വിധി എഴുതി. ആ സമയത്താണ് ഈ അമ്മച്ചി ചെയ്തൊരു കാര്യം. അവൻ്റെ അമ്മ ദേവാലയത്തിലേക്ക് ഓടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം ഒരു മകനേ ഉള്ളൂ, അവൻ്റെ അവസ്ഥ വെന്റിലേറ്ററിൽ ഒരനക്കോ ഇല്ല, ആ രീതിയിൽ കിടക്കുകയാണ്. ഡോക്ടർമാർ പോലും കൈവിട്ടതുപോലെ ഇവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്ന് ഇവർ കുർബാന സ്വീകരിച്ചത് പുരോഹിതൻ അവരുടെ കയ്യിൽ ദിവ്യകാരുണ്യം കൊടുത്തു. ഇടത്തെ കയ്യിൽ അത് സ്വീകരിച്ചിട്ട് വലതേ കൈ കൊണ്ട് 2 വിരൽ കൂട്ടി ആ ദിവ്യകാരുണ്യം എടുത്ത് അവർ ഭക്ഷിച്ചു. ഇതിനുശേഷം അവരുടെ മനസ്സിൽ വന്നൊരു ചിന്തയ്ക്കനുസരിച്ച്, അവർക്ക് ആത്മാവ് കൊടുത്ത ഒരു പ്രചോദനം അനുസരിച്ച് അവർ പറയാണ്, കുർബാനയുടെ ബാക്കി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ഞാൻ ഈ ദിവ്യകാരുണ്യത്തെ തൊട്ട ഈ വിരലുകൾ വേറെ എങ്ങും തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവർ ഇതിനുശേഷം തിരിച്ച് ആശുപത്രിയിലേക്ക് ചെന്നു. ലിഫ്റ്റ് കയറുന്നത്, അതിൻ്റെ ഫ്ലോറിലേക്ക് പോകാൻ നമ്പർ കുത്തുന്നത്, ഒന്നിനും ഈ വിരൽ ഉപയോഗിച്ചില്ല. അങ്ങനെ ആ വിരൽ പ്രാർത്ഥനാപൂർവം ദിവ്യകാരുണ്യത്തെ തൊട്ട ആ വിരൽ ആശുപത്രി കൊണ്ടുപോയിട്ട് അവർ ചെയ്തൊരു കാര്യം, മകൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഈ വിരൽ കൊണ്ട് ഒരു കുരിശ് വരച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഇവർ പറയാണ്, അത്ഭുതകരമായൊരു കാര്യം അവിടെ സംഭവിച്ചു. അതുവരെ ചുണ്ടൊന്ന് അനക്കുവോ ശകലം വെള്ളം കൊടുത്താൽ കുടിക്കോ ഒന്നും ചെയ്യാതിരുന്ന ആ മകൻ ചുണ്ടനക്കി. അപ്പോൾ അവർക്ക് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ അവർ ഇച്ചിരി വെള്ളം കൊടുക്കാൻ നോക്കി. കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഊക്കലൊക്കെ ഉണ്ടായിരുന്ന ട്യൂബോ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, അവൻ്റെ കൈ അനക്കാതിരുന്ന കൈയാണ്, ആ കൈ എടുത്തിട്ട് അത് പറിച്ചു കളഞ്ഞു. അവിടെ നിന്ന് അവൻ ഇമ്പ്രൂവ് ചെയ്ത്, ഇപ്പം അമ്മച്ച് പറഞ്ഞത് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു എന്ന് പറയാൻ പറ്റിയല്ലോ, പക്ഷേ ഈസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവനിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതവസ്ഥയിൽ നിന്നാണ് ഈ അവസ്ഥയിലേക്ക് വന്നത്? ദിവ്യകാരുണ്യത്തെ തൊട്ട വിരൽ കൊണ്ട് ആ വ്യക്തിയെ ആ അമ്മച്ചി പോയി തൊട്ടതാണ്. അതുമൂലം ഉണ്ടായ അത്ഭുതകരമായ ഒരു സൗഖ്യം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലൊരു വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, അത്ഭുത ശക്തി പുറപ്പെടുവിക്കുന്ന 2 ഉറവിടങ്ങളുണ്ട്. ഈ 2 ഉറവിടങ്ങൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്, നമ്മളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നത്. ഈ 2 ഉറവിടങ്ങൾ കണ്ടെത്തിയാൽ വൻ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ ഉറവിടമാണ്, ഇംഗ്ലീഷിൽ പറയും ലിവിങ് ഫെയ്ത്ത്, ജീവിക്കുന്ന വിശ്വാസം. ഉണക്കവിശ്വാസമല്ല, ഏതെങ്കിലുമൊക്കെ ഉണക്കവാസം കൂടി ഇനി അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അല്പവിശ്വാസം പോരാ, ജീവിക്കുന്ന വിശ്വാസം. അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ജീവിക്കുന്ന വിശ്വാസം, ലിവിങ് ഫെയ്ത്ത്. ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം നമുക്കെടുക്കാം. മർക്കോസ് 11-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് തന്നെ വിശ്വാസത്തിൻ്റെ ശക്തി. ചിലർക്കൊക്കെ സംശയമുള്ളൊരു കാര്യമാണ്, ചിലരൊക്കെ തർക്കിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ വചനഭാഗം. മർക്കോസ് 11:20 മുതൽ, കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ചു, ശപിക്കരുതെന്ന് പഠിപ്പിച്ചവൻ ശപിച്ചു. ഇനി അങ്ങനെ പറഞ്ഞ് ഒരു ആർഗ്യുമെൻറ്റും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്ന വ്യക്തികളെ കണ്ടെത്തിയെന്ന് വരും. ഇതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? വിശ്വാസത്തിൻ്റെ ശക്തി. അത് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ശപിക്കാവോ ഇല്ലയോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത്തിവൃക്ഷത്തിന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ?
എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ മാറിയിരിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ഇനി അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വ്യവസ്ഥകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതാ യാക്കോസ്ലീഹ 1:6 വായിച്ചാൽ, സംശയമനസ്കർക്ക്, തൊട്ടതിന് പിടിച്ചതിനൊക്കെ സംശയം, അങ്ങനെയുള്ളവർക്ക് കർത്താവിൽ നിന്നും ഒന്നും കിട്ടുമെന്ന് കരുതണ്ട. സംശയം മാറ്റിയുള്ള ജീവിക്കുന്ന വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു വ്യവസ്ഥ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നിട്ട് നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഫലം ഉണ്ടാവണമെന്നില്ല. സംശയിക്കാതെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ഒപ്പം മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ട്, അവരുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ട് നീ പ്രാർത്ഥിക്കുക. ഇതാണ് പറഞ്ഞിരിക്കുകയാണ്. 24-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 11:24, ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. അതിന് ഇംഗ്ലീഷിൽ പറയും ക്ലെയിമിങ് ഫെയ്ത്ത്. അതാണ് ജീവിക്കുന്ന വിശ്വാസം. നമ്മൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റും. നമുക്കിനി മർക്കോസ് 9:23 വചനം കൂടി എടുക്കാം. മർക്കോസ് 9:23 അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. യോഹന്നാൻ 11:40 വായിച്ചാലോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. മർക്കോസ് 16:17 വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ലൂക്കാ 7:9, ശതാധിപന്റെ ആ വിശ്വാസം കണ്ടിട്ട് അവൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന കർത്താവ്, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു ഏറ്റു പറയുന്നത് അവിടെ കാണാൻ പറ്റും. മത്തായി 21:21, 22 വായിച്ചു കഴിഞ്ഞാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ മലയോട് നീ കൽപ്പിച്ചാൽ അത് മാറും. അതിന് ജീവിക്കുന്ന വിശ്വാസം നിനക്കുണ്ടാകണം. ഈ വചനങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്ന എന്താ? വിശ്വാസത്തിൻ്റെ ശക്തി. അത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ഉറവിടമായിട്ട് നമുക്ക് വിശ്വാസത്തെ കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് ദിവ്യകാരുണ്യം. ഞാൻ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അതാണ് ദിവ്യകാരുണ്യം. സാത്താൻ ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് ദിവ്യകാരുണ്യം. പ്രാർത്ഥനയെ സാത്താൻ ഭയക്കുന്നുണ്ട്, ദൈവവചനത്തെ സാത്താൻ ഭയക്കുന്നുണ്ട്, എളിമയെ സാത്താൻ ഭയക്കുന്നുണ്ട്. അതുപോലെ ദിവ്യകാരുണ്യം. പുറപ്പാട് 12 നമ്മൾ കാണുക, തിരുരക്തം നൽകിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സംരക്ഷണം. 1 രാജാക്കന്മാർ 19 നമ്മൾ വായിക്കുന്നത് ദൈവം ഒരുക്കിയ അപ്പം നൽകിയ ഒരു പരിപോഷണം ഏലിയ പ്രവാചകന്. ഇതെല്ലാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1 കൊരിന്തോസ് 11:30 പറഞ്ഞിട്ടുണ്ട്, ഒരു സമഗ്രമായ സൗഖ്യം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കും. നിങ്ങൾ അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണ് രോഗികളായതും ദുർബലരായതും ചിലർ മരിച്ചു പോയതും. യോഗ്യതയോടെ അത് ഭക്ഷിച്ചാൽ നേരെ വിപരീത ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരു കാര്യം ബോധ്യപ്പെട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.